empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശ്ന പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ചധിക സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അബ്രാഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായ കെത്തൂറ, ഇസഹാക്കിന്റെ ഭാര്യ റബേക്കയുടെ പരിചാരികയായ ദബോറ, അതുപോലെ ബിൽഹ, സിൽഫ, യാക്കോബിന്റെ ഭാര്യമാരായ ലയായുടെയും റാഹേലിന്റെയും പരിചാരികമാരായ ബിൽഹായെയും സിൽഫായെയും കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. പരിശുദ്ധ വചനത്തിൽ വളരെ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാവുന്ന ഈ ജീവിതങ്ങളിലൂടെ കർത്താവ് ചെയ്ത വലിയ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും ജീവിതം എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നിയാലും കർത്താവിന് വലിയ പദ്ധതികളുണ്ട്, വലിയ നിയോഗങ്ങൾ നാം ഓരോരുത്തരെയും കുറിച്ചുണ്ട്. 139 സങ്കീർത്തനം 16 തിരുവാക്യത്തിൽ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരെയും കുറിച്ചുള്ള കർത്താവിന്റെ ഒരു വലിയ പദ്ധതി നമുക്ക് രൂപമുണ്ടാകുന്നതിന് മുൻപ്, നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ട കർത്താവിന്റെ ആ ഒരു തിരുഹിതം, അതേക്കുറിച്ചാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് നമ്മൾ പഠിച്ച ഓരോ ജീവിതവും നമ്മോട് പറഞ്ഞത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുവാൻ നാം ഓരോരുത്തരും കർത്താവിന്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉൾക്കൊള്ളുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തരെയും കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം അത് മനസ്സിലാക്കുവാൻ, ആ ഹിതത്തിലായിരിക്കുവാൻ, ഒരു കൃപ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് ആഗ്രഹിച്ച് നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഏക മനസ്സോടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞൊഴുകണമേ ആത്മാവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ആത്മാവേ നിറയണമേ. ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അളവില്ലാതെ നിറയണമേ ആത്മാവേ. തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മുട്ടോളം പോരാ, അരയോളം പോരാ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തന്നെ അറിഞ്ഞിടാൻ ആരുമിരിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. പറയുന്നു പരിശുദ്ധാത്മാവേ. ആശ്രയം വച്ചിടാൻ ആരും വേറെയില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ,
ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ 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 നിറയണമേ. ഓ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ. അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കർത്താവിന്റെ ഹിതത്തിൽ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൽ എപ്പോഴും നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങൾ കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ ആവശ്യമായ വിവേകം, ജ്ഞാനം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. വരദാന ഫലങ്ങളാൽ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടി, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നടത്തിപ്പിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഹിതത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോകുന്നവരായിട്ട് മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനുമായി പോകുന്നത് രണ്ട് സ്ത്രീ രത്നങ്ങളെ കുറിച്ചാണ്. പരിശുദ്ധ ബൈബിളിൽ അവർക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ വലിയ സ്ഥാനമൊന്നും ഉള്ളതായി തോന്നത്തില്ല. പക്ഷേ വലിയ രണ്ട് ദൈവപുരുഷന്മാരുടെ ഭാര്യമാരായി കർത്താവ് തെരഞ്ഞെടുത്ത് നിയോഗിച്ചവരായിരുന്നു ഇരുവരും. ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുവരും വിജാതീയരായിരുന്നു. ഇസ്രായേൽക്കാരായിരുന്നില്ല, ഹെബ്രായ സ്ത്രീകൾ ആയിരുന്നില്ല. പക്ഷേ കർത്താവ് വലിയ പ്രാധാന്യം നൽകിയ ഒരു റോളിലേക്കാണ് ഇരുവരും കടന്നു വരുന്നത്. നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം, പൂർവ്വ ജോസഫിന്റെ ഭാര്യയായ ആസനത്തിനെ കുറിച്ചും, നമുക്കെല്ലാം വലിയ വിശ്വാസ വീരനായിട്ട് എപ്പോഴും നമ്മുടെ മുൻപിലൊക്കെ വലിയൊരു ഹീറോ ആയിട്ട് നിൽക്കുന്ന മോശയുടെ ഭാര്യയായ സിപ്പോറയെ കുറിച്ചുമാണ് ഈ പറഞ്ഞു വരുന്നത്. ഇരുവർക്കും കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് ഒത്തിരിയേറെ വിശേഷണങ്ങളുണ്ട്. അവരിരുവരെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമ്മൾ കേട്ടു, ഇരുവരും ഹെബ്രായ സ്ത്രീകൾ ആയിരുന്നില്ല. പക്ഷേ കർത്താവ് തന്റെ അനന്ത ജ്ഞാനത്തിൽ ഇരുവരെയും തന്റെ ആ ഒരു പദ്ധതിയിലേക്ക് ഉൾച്ചേർക്കുകയായിരുന്നു. വലിയ പ്രാധാന്യമുള്ള റോളിലേക്ക് അവരെ കൂട്ടിച്ചേർക്കുകയായിരുന്നു. നമുക്ക് ആദ്യം തന്നെ ആസനത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൂർവ്വ ജോസഫിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരിയേറെ ലാളിച്ച് യാക്കോബ് വളർത്തിക്കൊണ്ടുവന്ന തന്റെ പൊന്നോമന പുത്രനായിരുന്നു ജോസഫ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ വന്ന ആ വലിയ ട്വിസ്റ്റുകൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഒട്ടും ചിന്തിക്കാതെ അവൻ ഒരു അടിമയായിട്ട് വിൽക്കപ്പെടുകയാണ്. അവിടെയും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും ഒരിക്കൽ പോലും തന്റെ ദൈവത്തിനെതിരെ ഒന്നും പ്രവർത്തിക്കാത്ത, ചിന്തിക്കുക പോലും ചെയ്യാത്ത കർത്താവിന്റെ പൊന്നോമന മകനായിരുന്നു ജോസഫ്. അവസാനം തന്റെ ആ ബുദ്ധിമുട്ടുകളുടെ, പരീക്ഷണങ്ങളുടെ ആ തീച്ചൂളയിലൂടെ കടന്നു പോന്ന് കർത്താവ് അവന് വലിയ റിവാർഡുകൾ നൽകുന്നുണ്ട്. നമുക്കറിയാം, അവന് ഈജിപ്തിലെ ഫറവോയുടെ മുൻപിൽ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായി വരികയാണ്. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഫറവോയ്ക്ക് വേണ്ടി അവൻ ചെയ്തപ്പോൾ കർത്താവ് നൽകിയ വെളിപ്പാടനുസരിച്ച് ഫറവോയുടെ സ്വപ്നങ്ങളെല്ലാം അവൻ വ്യാഖ്യാനിച്ച് അതിന് പ്രതിവിധികളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രതിനന്ദിയായിട്ട് ഫറവോയിലൂടെ കർത്താവ് അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ 39 തിരുവാക്യം.
ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. ഇവിടെ ഫറവോ ജോസഫിനോട് പറയുന്ന കാര്യമാണിത്. ഫറവോയ്ക്ക് മനസ്സിലാവുകയാണ് ജോസഫിലൂടെ വന്ന ദൈവപ്രവൃത്തി എന്താണെന്ന്. തുടർന്ന് 41 തിരുവാക്യം. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഈജിപ്ത് രാജ്യത്തിന്റെ മുഴുവൻ അധിപനായി, ഫറവോയുടെ ആ ഒരു അധികാരത്തിന് തൊട്ട് താഴെ രണ്ടാമനായിട്ട് ജോസഫിനെ കർത്താവ് ഉയർത്തുകയാണ്. അത്രയും വലിയൊരു സമ്മാനം കർത്താവ് ജോസഫിന് നൽകുകയാണ്. ആ സമ്മാനത്തോടൊപ്പം തന്നെ കർത്താവ് മറ്റൊരു സമ്മാനവും ജോസഫിന് നൽകുന്നുണ്ട്. നമുക്ക് 45 തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അവൻ ജോസഫിന്, ഫറവോ ജോസഫിന് സാഫനത്ത് ഫനായ എന്ന് പേരിട്ടു. സാഫനത്ത് ഫനായ എന്ന് പേരിടുകയാണ്. തുടർന്ന് ഓനിലെ പുരോഹിതനായ പൊത്തിഫെറായുടെ മകൾ അസനത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് ആസനത്തിനെ കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ നാം കാണുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത്. ജോസഫിന് ഭാര്യയായിട്ട് ഫറവോ നൽകിയ അവിടുത്തെ പുരോഹിതനായ, ഓനിലെ പുരോഹിതനായ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സൂര്യനെയൊക്കെ ദൈവമായി ആരാധിക്കുന്നവരാണ്. ആ സൂര്യന്റെ പുരോഹിതനായ ഓനിലെ പുരോഹിതൻ പോത്തിഫറായുടെ മകൾ ആസനത്തിനെ ജോസഫിന് ഭാര്യയായി കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതിൽ എന്താ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നതെന്ന്. എന്നാൽ ഹെബ്രായ ട്രഡീഷൻസ്, അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ആസനത്ത് അവൾ ജോസഫിന് ഭാര്യയായി നൽകപ്പെട്ട് കഴിഞ്ഞ ഉടനെ വലിയൊരു കൺവേർഷനിലേക്ക് കടന്നു വരികയാണ്. അവൾ താൻ അതുവരെ പിന്തുടർന്ന ആചാരങ്ങളെ എല്ലാം വേണ്ട എന്ന് വയ്ക്കുകയാ. അതുവരെ അവൾ വിശ്വസിച്ചിരുന്ന ദൈവങ്ങളെ എല്ലാം അവൾ ഉപേക്ഷിക്കുകയാണ്. തന്റെ കൈവശം ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങളെ എല്ലാം എറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, അന്നുവരെ അവൾ ഫോളോ ചെയ്തിരുന്നതെല്ലാം അവൾ മാറ്റിവെക്കുകയാ. ഇസ്രായേലിന്റെ ദൈവത്തെ അവൾ ആത്മാർത്ഥമായിട്ട് അന്നു തൊട്ട് സേവിക്കാൻ ആരംഭിക്കുകയാ. നമുക്കറിയാം ജോസഫിന്റെ സ്വഭാവം എന്താണെന്ന്. കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും അവൻ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ തന്റെ ഭാര്യയിൽ നിന്ന് എത്രമാത്രം കർത്താവിനോടുള്ള വിശ്വസ്തത അവൻ പ്രതീക്ഷിച്ചിരുന്ന് കാണും എന്ന് നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് അവളിൽ പൂർണ്ണമായും നിറവേറി എന്നാണ് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആസനത്ത് അന്നുവരെ അവൾ പിന്തുടർന്നതെല്ലാം കർത്താവിനെ പ്രതി മാറ്റിവെച്ച ഒരുവളായിരുന്നു. അവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവരിലൂടെ നമുക്കിത് കൂടുതൽ വ്യക്തമാകും. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. 51 52 തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്റെ കഷ്ടപ്പാടും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസേ എന്ന് വിളിച്ചു. രണ്ടാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു. എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു. ഇവിടെ ജോസഫ് തന്റെ 2 മക്കൾക്കും മനാസേക്കും എഫ്രായിമിനും പേര് നൽകുമ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിട്ടാണ് ജോസഫ് അവർക്ക് പേരിടുന്നത്. ഭാര്യയായ ആസനത്ത് തീർച്ചയായിട്ടും അതിന് ഫുൾ സപ്പോർട്ടായിട്ട് അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഫറവോയുടെ തൊട്ട് താഴെ ചുമതലയുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തിയായി ജോസഫ് അവിടെ വിജയത്തോടെ മുന്നേറുകയാ. ഇതിന് പിന്നിൽ ആസനത്ത് ആ കുടുംബത്തിന് നൽകിയിരുന്ന സപ്പോർട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേറെ തിരക്കുള്ള ആ ഒരു വ്യക്തിക്ക് ആസനത്ത് എന്ന ഭാര്യയിൽ നിന്ന് കിട്ടിയ എല്ലാ സപ്പോർട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം യാക്കോബ് തന്റെ മരണക്കിടക്കയില് ഉൽപ്പത്തിയുടെ പുസ്തകം 48 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് തന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം. അവിടെ യാക്കോബ് തന്റെ എല്ലാ ആൺമക്കളെയും അനുഗ്രഹിക്കുമ്പോൾ ജോസഫിന്റെ 2 പുത്രന്മാരെയും പ്രത്യേകമായി ശിരസിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ ജോസഫ് എന്ന ഗോത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പകരം ജോസഫിനും ആസനത്തിനും കർത്താവ് നൽകിയ 2 കുഞ്ഞുങ്ങൾ,
അവരാണ് ഇസ്രായേലിലെ പിന്നീട് ഗോത്രങ്ങളായി മാറുന്നത്. എഫ്രായിം എന്ന അർത്ഥഗോത്രവും മനാസെ എന്ന അർത്ഥഗോത്രവും ഇസ്രായേലിന്റെ ഗോത്രങ്ങളായിട്ട് അവർ മാറുകയാ. ഇതിന് കാരണക്കാരായ ജോസഫിലും ആസനത്തിലും കർത്താവ് കണ്ടെത്തിയ ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. വിജാതീയായിരുന്ന, ഇസ്രായേലിന്റെ ദൈവത്തെ അറിയുക പോലും ഇല്ലാതിരുന്ന ആസനത്തിനെ കർത്താവ് തെരഞ്ഞെടുത്ത് വലിയ ഒരു റോളിലേക്ക്, ഇസ്രായേലിന്റെ ഗോത്ര പിതാക്കന്മാരുടെ ആ ഒരു റോളിലേക്ക് അവളുടെ മക്കളെ ഉയർത്തുകയാ. പൂർവ്വ ജോസഫിന്റെ ഭാര്യയായിട്ട്, ആ ഒരു വിശ്വാസ വീരന്റെ ഭാര്യയായിട്ട് അവളെ ഉയർത്തുകയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആസനത്തില് കർത്താവിനുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, കർത്താവിനുണ്ടായിരുന്ന ഒരു നിയോഗം അവരുടെ ജീവിതത്തിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുകയാ. നമുക്കറിയാം, പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവിന്റെ തിരുവചനം ഇതുമായി ബന്ധപ്പെട്ട് നമ്മോടൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഉത്തമയായ ഭാര്യ ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ദാനങ്ങളിൽ ഒന്നാണ് അവൾ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജോസഫിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു വാഗ്ദാനം കൃത്യമായിട്ട് പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. അവന് ഉത്തമയായ ഒരു ഭാര്യയെ നൽകി കർത്താവിനെ ഭയപ്പെട്ട് ജീവിച്ച അവന്റെ ജീവിതത്തിൽ വലിയൊരു ദാനമായിട്ട്, ഉത്തമയായ ഭാര്യയായിട്ട് കർത്താവ് ആസനത്തിനെ നൽകുകയായിരുന്നു. സുഭാഷിത പുസ്തകം 31-ാം അധ്യായം 10 മുതലുള്ള തിരുവാക്യങ്ങളിൽ 10, 11, 12 ഈ തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയത്രേ. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തിരുവചനം അത് ലിറ്ററലി ആസനത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാ. ഉത്തമയായ ഭാര്യയായി, ഭർത്താവിന് വിശ്വസിക്കാവുന്ന, ഭർത്താവിന് ആജീവനാന്തം അവളിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയായിട്ട്, ഉത്തമയായ ഭാര്യയായിട്ട് അവൾ മാറുകയാണ്. ഉത്തമയായ ഒരു ഭാര്യയെ കണ്ടുപിടിച്ച, ഒരു രത്നത്തെ കണ്ടുപിടിച്ചവനായി ജോസഫ് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ജീവിതമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മോശയുടെ ഭാര്യയായ സിപ്പോറയും. കർത്താവ് മോശയ്ക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിരുന്നു സിപ്പോറ. നമുക്കറിയാം, മോശ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന് അവിടെ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അവിടെ അവൻ ഭയത്തോടെ ഓടിപ്പോവുകയാ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുവാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിദിയാൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു. ഇവിടെ മോശ വളരെയേറെ ഭയപ്പെട്ട് അവിടെ കിണറിന് സമീപം വളരെ കഷ്ടപ്പെട്ട് ടയേർഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് സിപ്പോറയും, അവർ 7 സഹോദരിമാരാണെന്ന തിരുവചനം പറയുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ 7 സഹോദരിമാർ, മിദിയാനിലെ പുരോഹിതനായ ജെത്രോയുടെ 7 പെൺമക്കൾ അവിടേക്ക് കടന്നു വരികയാണ്. തുടർന്ന് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. തുടർന്ന് നമുക്ക് 21-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. തിരുവചനം എന്താ പറഞ്ഞു തരുന്നത്? അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മോശ അവനോടൊപ്പം, ജെത്രോയോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. അവൻ തന്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു. അങ്ങനെ മോശ തന്റെ ദൗത്യം, കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവന് താങ്ങായിട്ട്, തുണയായിട്ട് കർത്താവ് നൽകിയ ഒരു സമ്മാനമായിരുന്നു സിപ്പോറ. നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവാക്യം എന്താ പറയുന്നത്? മോശ തന്റെ അമ്മായപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അങ്ങനെ മോശ ജെത്രോയോടൊപ്പം, ജെത്രോയുടെ കുടുംബത്തിൽ സിപ്പോറയെ ഭാര്യയായി സ്വീകരിച്ച് അങ്ങനെ കഴിയുകയാ. കർത്താവ് തന്റെ പദ്ധതികൾ നിറവേറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ട് വരുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മോശ അവിടെ ഒരു ആട്ടിടയനായിട്ട് 40 വർഷത്തോളം ജെത്രോയോടൊപ്പം കഴിഞ്ഞുവെന്ന തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. സിപ്പോറ എന്ന ഭാര്യയെ അവിടെ വെച്ച് അവന് ലഭിക്കുകയാ.
നമുക്ക് തുടർന്ന് 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? അവരിൽ ഒരുവന്റെ പേർ ഗർശോം എന്നായിരുന്നു. ഇവിടെ മോശയ്ക്ക് സിപ്പോറയിലുണ്ടായ 2 ആൺകുഞ്ഞുങ്ങളെ കുറിച്ചാ പറയുന്നത്. അവരിൽ ഒരുവന്റെ പേര് ഗർശോം എന്നായിരുന്നു. കാരണം ഞാൻ ഒരു പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത്. തുടർന്ന് 4-ാം തിരുവാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവരെന്റെ പേർ എലിയേസർ എന്നായിരുന്നു. കാരണം എന്റെ പിതാവിന്റെ ദൈവമാണ് എന്റെ സഹായം. അവിടുന്ന് ഫറവോയുടെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്നവൻ പറഞ്ഞു. അങ്ങനെ മോശയ്ക്കും സിപ്പോറയ്ക്കും 2 ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാ, ഗർശോം, എലിയേസർ. ആ കുടുംബം അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് കർത്താവ് അവന്റെ മിഷനെ കുറിച്ച്, തന്റെ ദൗത്യത്തെ കുറിച്ച് കൃത്യമായ വെളിപാട് അവന് കൊടുക്കുന്നത്. ഇത് കേട്ട വശം മോശ തന്റെ കുടുംബത്തോട് ഒപ്പം നിന്നുകൊണ്ട് അവരെയും ചേർത്ത് തന്റെ ദൗത്യത്തിനായിട്ട് തിരിക്കുന്നുണ്ട്. ഈജിപ്തിലേക്ക് അവർ ഒരുമിച്ചാ പോകുന്നത്. തിരുവചനം നമുക്ക് പറഞ്ഞു തരികയാണ്. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 20-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു. അവൻ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തു. അങ്ങനെ മോശ തന്നെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ തന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ഒരുമിച്ച് അവർ ഈജിപ്തിലേക്ക് പോവുകയാ. പോകുന്ന വഴിയിൽ അവർ വഴി മധ്യേ നമുക്ക് 24-ാം തിരുവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തിരുവചനം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി. ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തന്റെ പുത്രന്റെ അഗ്രചർമ്മം ഛേദിച്ചു. അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തഭർത്താവാകുന്നു. അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി. ഇവിടെ കർത്താവ് സിപ്പോറയിലൂടെ മോശയുടെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ ഇടപെടലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, മോശ ഒരു ഹെബ്രായനായിരുന്നു. സിപ്പോറ ഹെബ്രായ സ്ത്രീ ആയിരുന്നില്ല. ഹെബ്രായനായ മോശയെ സംബന്ധിച്ച് പരിച്ഛേദനം ചെയ്യണമെന്നത് കർത്താവിന്റെ നിയമമായിരുന്നു. എന്നാൽ മോശ തന്റെ മകനെ പരിച്ഛേദനം ചെയ്തിരുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? കർത്താവ് തന്റെ ഈ കൽപ്പന മോശ അനുസരിക്കാത്തതിന്റെ പേരിൽ അവിടെ കർത്താവിന്റെ ഒരു വിധി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. മോശയുടെ മേൽ കർത്താവിന്റെ കരം വരികയാ. മോശ അവിടെ രോഗാവസ്ഥയിലേക്ക് കടന്നു പോവുകയാ. എന്നാൽ ഇത് കണ്ട സിപ്പോറയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവുകയാണ്. അവർ തമ്മിൽ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ടാകാം, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മോശയുടെ ആ ഒരു അവസ്ഥ കാണുന്ന വശം സിപ്പോറയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തമായ തീരുമാനം കടന്നു വരികയാ. അവൾ ഉടനെ തന്നെ കൽക്കത്തി എടുത്ത് തന്റെ മകനെ അവൾ തന്നെ പരിച്ഛേദനം ചെയ്യുകയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രശ്നത്തിന് മുൻപിൽ സിപ്പോറ എന്ന ഭാര്യ, സിപ്പോറ എന്ന സ്ത്രീ അവിടെ ചെയ്ത ഈ ഒരു വലിയ കാര്യം വളരെ വിവേകത്തോടെ, ജ്ഞാനത്തോടെ, ദ്രുതഗതിയിൽ അവൾ തീരുമാനമെടുക്കുകയാ. ഓരോ സ്ത്രീക്കും ഉത്തമയായ ഒരു ഭാര്യയ്ക്ക് വേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് ഇവിടെ സിപ്പോറയിലൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് തന്റെ കുടുംബത്തിൽ എന്താണോ ആ ഒരു പ്രശ്നത്തിന് കാരണം അത് വിവേചിച്ചറിഞ്ഞ് അതിനു വേണ്ട പരിഹാരം ചെയ്യാൻ അവൾക്ക് സാധിക്കുകയാണ്. അവൾ ഉടനെ തന്നെ അതിന്റെ പോംവഴിയിലേക്ക് കടക്കുകയാ. അങ്ങനെ ആ പ്രശ്നം അവിടെ അവളിലൂടെ പരിഹരിക്കപ്പെടുകയാ. ഇത് ചെയ്ത വശം തന്നെ മോശ സുഖം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ അവർ പിന്നീട് ഈജിപ്തിലേക്ക് ഒരുമിച്ച് പോയതായിട്ട് തിരുവചനം പറയുന്നില്ല. അവിടെ വെച്ച് തന്നെ മോശ ഭാര്യയെയും മക്കളെയും തിരികെ ജെത്രോയുടെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. തന്റെ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് പോകുമ്പോൾ മോശയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട്, കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മോശയ്ക്ക് വലിയൊരു ശക്തിയായി, താങ്ങായി മാറുന്ന സിപ്പോറയെ നമ്മൾ കാണുന്നത്. മോശ പിന്നീട് ഈജിപ്തിലേക്ക് പോകുന്നു. വലിയ വലിയ കാര്യങ്ങൾ കർത്താവിനോടൊപ്പം നിന്ന് അവൻ ചെയ്യുകയാ. ഇസ്രായേൽക്കാരെ അവൻ വിമോചിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ സിപ്പോറയെ കാണുന്നത് 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാ. 18-ാം അധ്യായം 2-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മോശ തന്റെ ഭാര്യ സിപ്പോറയെ തിരിച്ചയച്ചപ്പോൾ അവന്റെ അമ്മായപ്പൻ ജെത്രോ അവളെയും അവളുടെ 2 പുത്രന്മാരെയും സ്വീകരിച്ചു. മോശ തന്റെ ഭാര്യ സിപ്പോറയെ തിരിച്ചയച്ചു എന്ന് ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ജെത്രോ
പിന്നീട് സിപ്പോറയെയും അവന്റെ 2 ആൺമക്കളെയും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവർ തന്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുകയാണ്. പിന്നീട് ജെത്രോ മോശയുടെ വീരപരാക്രമങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുകയാണ്. നാട് മുഴുവൻ അതെല്ലാം പാട്ടായി. മോശ ഈജിപ്തിൽ നിന്ന് അവരെ എങ്ങനെയാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് വിമോചിപ്പിച്ചതെന്ന് എല്ലായിടത്തും പാട്ടായ കാര്യമാണ്. ഇതറിഞ്ഞ ജെത്രോ തിരിച്ചു വരികയാണ് മോശയുടെ പാളയത്തിലേക്ക്. ഭാര്യയായ സിപ്പോറയെയും അവന്റെ 2 ആൺമക്കളെയും കൂട്ടി ജെത്രോ ആ ഒരു കൂടാരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്ക് 5-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. മരുഭൂമിയിൽ ദൈവത്തിന്റെ മലയുടെ സമീപം കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കിലേക്ക് അവന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായപ്പൻ ജെത്രോ വന്നു. അവരെ എല്ലാം മോശ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തുകയാണ്. കുറച്ചു കാലത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും 27-ാം തിരുവാക്യത്തിൽ ജെത്രോ തിരികെ പോവുകയാണ്. 27-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനന്തരം മോശ അമ്മായപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ജെത്രോ തിരികെ ഒറ്റയ്ക്കാണ് പോകുന്നത്. സിപ്പോറയും 2 ആൺമക്കളും തുടർന്നുള്ള മോശയുടെ ജീവിതത്തിൽ മോശയോടൊപ്പം ഉണ്ടായിരുന്നു. അവന് വേണ്ടുന്നതായതെല്ലാം ചെയ്തുകൊണ്ട് സിപ്പോറ പിന്നീട് അവനോടൊപ്പം ഉണ്ടായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവാക്യത്തിൽ ഒരു ഭാര്യയെ കുറിച്ച് കർത്താവിന്റെ ആത്മാവ് നമുക്ക് തരുന്ന വലിയൊരു ആഹ്വാനമുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് മോശയ്ക്ക് സിപ്പോറയെ കൊടുത്തപ്പോൾ അവന് ചേർന്ന ഇണയാണെന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാ കർത്താവ് അവരെ ഒരുമിപ്പിച്ചത്. മോശയുടെ എല്ലാ അധ്വാനങ്ങളിലും എല്ലാ ഉത്തരവാദിത്വങ്ങളിലും ചേർന്ന ഇണയായി, ചേർന്ന തുണയായിട്ട് സിപ്പോറ മാറുകയായിരുന്നു. പിന്നീട് നമുക്കറിയാം, ഒത്തിരിയേറെ തിരക്കുകളുള്ള ഒരു ജീവിതത്തിലായിരുന്നു മോശ. അതിലെല്ലാം മോശയ്ക്ക് വേണ്ടുന്നതായ സപ്പോർട്ട് എല്ലാം നൽകിക്കൊണ്ട് സിപ്പോറ വലിയൊരു അനുഗ്രഹമായിട്ട് മോശയുടെ ജീവിതത്തിൽ മാറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തന വചനം 128 3-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. ഒരു ഭാര്യ തന്റെ കുടുംബത്തിൽ എന്തായിരിക്കണമെന്ന തിരുവചനം പറയുന്നത്. ആസനത്തിൽ നമ്മൾ കണ്ടു, സിപ്പോറയിൽ നമ്മൾ കണ്ടു, അവരുടെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി. വെറുതെ മുന്തിരിയൊന്നും അല്ല, നിറയെ ഫലങ്ങളുള്ള ഭവനത്തിൽ വിളങ്ങി നിൽക്കുന്ന മുന്തിരിയായിട്ടാ ഭാര്യമാരെ കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആസനത്ത് ജോസഫിന് വലിയൊരു അനുഗ്രഹമായി തീർന്നതുപോലെ, ഉത്തമയായ ഭാര്യയായി തീർന്നതുപോലെ, സിപ്പോറ മോശയ്ക്ക് വലിയൊരു താങ്ങായി തുണയായി തീർന്നതുപോലെ നാം ഓരോരുത്തരും ചിന്തിക്കുക. കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഫലസമൃദ്ധമായ മുന്തിരിയായിട്ടാണോ നിൽക്കുന്നത്? കർത്താവ് നൽകിയിരിക്കുന്ന നിയോഗങ്ങൾ അതെല്ലാം നിറവേറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഭർത്താവിന്, കുഞ്ഞുങ്ങൾക്ക്, മറ്റു കുടുംബത്തിലുള്ള എല്ലാവർക്കും അനുഗ്രഹമായി ഫലങ്ങൾ നൽകുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ. നമ്മൾ പെന്തക്കുസ്ത തിരുനാളിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു കുടുംബത്തിൽ നമ്മെ നിർത്തിയിരിക്കുമ്പോൾ കർത്താവ് നൽകിയിരിക്കുന്ന നിയോഗങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ? ആസനത്ത് ജോസഫിന് അനുഗ്രഹമായതുപോലെ, സിപ്പോറ മോശയ്ക്ക് അനുഗ്രഹമായതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അനുഗ്രഹങ്ങളാണോ? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വചനമുണ്ട്, സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 1-ാം തിരുവാക്യം. കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? ജ്ഞാനം വീട് പണിയുന്നു, ഭോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. നമുക്കറിയാം, ഈ തിരുവചനം ജ്ഞാനമുള്ള സ്ത്രീ തന്റെ ഭവനം പണിതുയർത്തുന്നു. ഭോഷയായവൾ സ്വന്തം കരം കൊണ്ട്, സ്വന്തം ചെയ്തികൾ കൊണ്ട് ആ കുടുംബത്തെ അവൾ തകർത്തെറിയുന്നു, നശിപ്പിച്ചു കളയുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ പണിതുയർത്തുന്നതും തകർത്തെറിയുന്നതും ആ സ്ത്രീയുടെ ജ്ഞാനമാണ്. ഇവിടെ ആസനത്തും സിപ്പോറയും ജ്ഞാനത്താൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി അവരുടെ കുടുംബങ്ങളെ പണിതുയർത്തുന്നവരായി മാറി. തന്റെ മക്കളെ കർത്താവിൽ വളർത്തുന്നവരായി മാറി. ഭർത്താവിന് ചേർന്ന ഇണയായിട്ട്, താങ്ങായിട്ട് അവർ മാറി. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ഒരു പെന്തക്കുസ്ത തിരുനാളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എന്റെ കർത്താവെ, ഫലമുള്ള മുന്തിരികളായിട്ട് ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഭവനത്തിൽ ഫലങ്ങൾ നൽകുന്നവരായിട്ട് ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ മുൻപിലായിരിക്കാം. കർത്താവ് വിചാരിക്കുന്ന രീതിയിൽ, കർത്താവിന്റെ ഹിതത്തിൽ നമ്മുടെ നിയോഗങ്ങളിലായിരിക്കുവാൻ ഒരമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, സഹോദരി എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ എല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കുവാനുള്ള കൃപ, ആ ഒരു കൃപ ലഭിക്കുവാൻ നമുക്ക് ഏക മനസ്സോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവെ, എപ്പോഴും അങ്ങയുടെ ഹിതത്തിലായിരിക്കുവാൻ, ദൈവ ഭയത്തിൽ മുന്നേറുവാൻ കർത്താവെ കൃപയായിരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ ഫലസമൃദ്ധമായ മുന്തിരിയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ദൈവ ഭയമുള്ളവർ, ദൈവ വഴിയിൽ നടക്കുന്നവർ, അവർ ഭാഗ്യമുള്ളവർ നിശ്ചയം. ഹല്ലേലൂയ. ദൈവ സ്നേഹമുള്ളവർ, ദൈവ ഭയമുള്ളവർ, ദൈവ വഴിയിൽ നടക്കുന്നവർ, അവർ ഭാഗ്യമുള്ളവർ നിശ്ചയം. ഹല്ലേലൂയ. കർത്താവേ, എപ്പോഴും ദൈവസ്നേഹത്തിൽ, ദൈവ ഭയത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ ചെയ്യുവാൻ കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഫലമുള്ള മുന്തിരിയായിട്ട് ഓരോ ഭാര്യമാരെയും മാറ്റണമേ. കർത്താവെ, മക്കളെ ഒലിവ് തൈകളായിട്ട് മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫലമുള്ള മുന്തിരിയായി നിൻ ഭാര്യ, നിൻ വീട്ടിൽ മക്കൾ ഒലിവു തൈകൾ. ഈശോയെ, ഞങ്ങളെ ഏറ്റെടുക്കുന്നു കർത്താവേ. ഫലമുള്ള മുന്തിരിയായി നിൻ ഭാര്യ, നിൻ വീട്ടിൽ മക്കൾ ഒലിവു തൈകളും. ഹല്ലേലൂയ. മക്കളെയും കൊച്ചു മക്കളെയും താലോലിക്കാൻ ദൈവം ഭാഗ്യം തരും. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. സമാധാനം തരും. ഹല്ലേലൂയ. ദൈവ സ്നേഹമുള്ളവർ, ദൈവ ഭയമുള്ളവർ, ദൈവ വഴിയിൽ നടക്കുന്നവർ, അവർ ഭാഗ്യമുള്ളവർ നിശ്ചയം. ഈശോയെ, നന്ദി. ദൈവ ഈശോയെ, സ്നേഹമുള്ളവർ, ദൈവ ഭയമുള്ളവർ, ദൈവ വഴിയിൽ നടക്കുന്നവർ, അവർ ഭാഗ്യമുള്ളവർ നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന പ്രബോധനങ്ങൾക്കായിട്ട് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന വെളിപാടുകൾക്കായിട്ട് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ആഹ്വാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരികളായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. കർത്താവെ, കുടുംബത്തിൽ ഒരു ഉത്തമയായ ഭാര്യയായി മുന്നേറുവാൻ കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഭർത്താവിന് താങ്ങായി തുണയായി മാറുവാൻ കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആസനത്തിനെയും സിപ്പോറയെയും നമുക്ക് മുൻപിൽ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവരിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. കർത്താവ് നൽകുന്ന മാതൃകകളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. കർത്താവിനോടൊപ്പം നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.